എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു 3-4 ചേരുവകൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു സ്വീറ്റാണ്. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ നമുക്കൊരു ഹൽവ റെഡിയാക്കാൻ ആദ്യം തന്നെ വേണ്ടത് ഇതുപോലെ 1 കപ്പ് അളവിൽ റാഗിയാണ്. 1 കപ്പ് എന്ന് പറയുമ്പം ഇത് 200 ഗ്രാം അളവിൽ റാഗിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു റാഗി നല്ല പോലെ തന്നെ നമുക്കൊരു 3-4 തവണയൊന്ന് കഴുകി എടുത്തിട്ട് വരാം കേട്ടോ. നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഏറെ തന്നെ ഇതുപോലെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 8 മണിക്കൂറോളം നമുക്ക് ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഇതുപോലെ അടച്ചു വെച്ച് കൊടുത്ത് ഈ ഒരു റാഗി നമുക്കൊരു 8 മണിക്കൂറോളം ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഇടാം. ഓവർനൈറ്റ് ഇട്ടാലും മതി. അപ്പോൾ ഇത് കണ്ടില്ല, ഒരു 8 മണിക്കൂറോളം ഞാൻ വെള്ളത്തിലൊന്ന് കുതിർത്തി എടുത്തിരിക്കുന്ന റാഗിയാണ് കേട്ടോ ഇത്. ഇനി ഇതിൻ്റെ ഈ ഒരു വെള്ളം കളഞ്ഞ് വീണ്ടും നന്നായിട്ട് നമുക്ക് കഴുകിയതിന് ശേഷം ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. റാഗി എല്ലാം തന്നെ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 250 ml ഒരു കപ്പിൽ 1 കപ്പ് അളവിൽ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു അളവ് കപ്പിന് പകരം സാധാ വലിപ്പമുള്ളൊരു ഗ്ലാസ് എടുത്താലും മതി. അപ്പോൾ 1 കപ്പ് അളവിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ തന്നെ നമുക്ക് മിക്സിയിൽ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ നമ്മൾ അരച്ചിട്ടെടുക്കുന്നത് നമുക്കിതിലേക്ക് റാഗിയുടെ ഒരു പാലാണ് ആവശ്യമായിട്ടുള്ളത്. ഇതുപോലെ നമ്മളൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു പാത്രത്തിൻ്റെ മുകളിൽ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു അരിപ്പയുടെ മുകളിലേക്ക് നൈസായിട്ടുള്ളൊരു കോട്ടൺ തുണിയും കൂടെ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ അരച്ചെടുത്ത് ഈ ഒരു റാഗി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതിൻ്റെ ഒരു പാലെടുക്കണം. അപ്പോൾ ഒരു റാഗിയുടെ ഒരു പാല് നന്നായിട്ടൊന്ന് എടുത്തതിന് ശേഷം ഇനി നമുക്കിത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് അരച്ചിട്ടെടുക്കണം. ഇതുപോലെ വീണ്ടും മിക്സിയുടെ ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും 1 കപ്പ് അളവിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ചിട്ടെടുക്കുക. ശേഷം നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഇതുപോലെ അരിപ്പയിലേക്ക് കോട്ടൺ തുണി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒരു പാലൊന്ന് പിഴിഞ്ഞിട്ടെടുക്കുക. ഇനി ഇതുപോലൊരു പാത്രത്തിൽ ഒരു 3 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു കോട്ടൺ തുണി ഈ ഒരു വെള്ളത്തിൽ മുക്കിയിട്ട് നന്നായിട്ടൊരു റാഗി നമ്മൾ കൈ കൊണ്ടൊന്ന് ഞെരടി ഒന്ന് എടുക്കുക. അതിലുള്ള ഒരു റാഗിയുടെ ഒരു പാല് ഫുള്ളായിട്ടൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ലാസ്റ്റ്. അപ്പോൾ നന്നായിട്ട് ഇതിലൊന്ന് ഞെരടി എടുത്തതിന് ശേഷം ഒന്ന് പിഴിഞ്ഞിട്ടെടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് ഞെരടിയതിന് ശേഷം ഇതുപോലെ ഒരു റാഗിയുടെ ഒരു പാല് ഫുള്ളായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി നമുക്ക് ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന ഒരു റാഗിയുടെ ഒരു പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 2 കപ്പ് അളവിൽ ഇതുപോലെ തേങ്ങയാണ്. ആദ്യം 1 കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചിട്ടെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു തേങ്ങാപ്പാലും കൂടി നമുക്ക് എടുക്കാം. വീണ്ടും ഒന്നും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഒരു തേങ്ങ ഇട്ട് കൊടുത്തിട്ട് 1 കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് രണ്ടാം പാലും കൂടി എടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് കണ്ടില്ല, ഒരു തേങ്ങാപ്പാലും ഫുള്ളായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1.5 കപ്പ് അളവിൽ ഇതുപോലെ ശർക്കര ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിരിക്കുന്നതാണ്. 1.5 കപ്പ് അളവിൽ ശർക്കര ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു ശർക്കര നമുക്ക് നന്നായിട്ടൊന്ന് ഉരുക്കിയിട്ടെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ ആ ഒരു ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയിട്ടെടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, ശർക്കര ഇവിടെ നന്നായിട്ട് ഇരുന്ന് ഉരുക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ശർക്കര പാനിയിൽ ചെറിയ ചെറിയ കരടുകളൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ശർക്കരപ്പാനി നമ്മൾ ഒന്ന് അരിച്ചിട്ട് വന്നിട്ടെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു അരിപ്പയിലേക്ക് ഊറ്റി നമുക്ക് ഒരു ശർക്കരപ്പാനി ഒന്ന് അരിച്ചിട്ടെടുക്കാം. ഇനി ഇതുപോലൊരു പാനിലേക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന ഒരു റാഗിയുടെ ഒരു പാലില്ലേ, അത് വീണ്ടും നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. റാഗിയുടെ ഒരു പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു തേങ്ങാപ്പാലും കൂടി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് രണ്ടും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ശർക്കര പാനിയുടെ ഒരു ചൂട് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു വന്നതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് ശർക്കര പാനിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ശർക്കര പാനിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഞാനൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനിയാണ് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്ത് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് തന്നെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുണ്ട്, ഇതിപ്പോൾ ഇത്ര അളവിലുണ്ട്. ഇത് ഏകദേശം ഒരു പകുതിയോളം തന്നെ നമുക്കൊന്ന് കുറുക്കിയെടുക്കണം. എന്ന് വെച്ച് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഒരു ഹൽവയുടെ ആ ഒരു പരുവം പോലെ അങ്ങ് വരട്ടിയെടുക്കണ്ട. അത്യാവശ്യം നന്നായിട്ട് നമുക്കൊന്ന് കുറുകി കിട്ടിയാൽ മതി. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് കൊടുത്ത് ഏകദേശം ഒരു 20-25 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഈ ഒരു പാകത്തിന് നമുക്കൊന്ന് കുറുകി കിട്ടും. ഒരു 20-25 മിനിറ്റോളം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഈ ഒരു പാകമായിട്ട് വരുമ്പോഴത്തേക്കുമാണ് ഇനി നമുക്കിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കേണ്ടത്. ടോട്ടൽ നമുക്കിതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ആദ്യം തന്നെ നമ്മൾ ഒരു 5 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കരുത്. ഇടയ്ക്കിടയ്ക്കായിട്ട് വേണം നമ്മൾ ഇതുപോലെ ഒരു 5 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള ഉപ്പും കൂടി വേണമെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഇത് വീണ്ടും നന്നായിട്ട് കുറുകി വരുന്ന ഒരു സമയത്ത് ഇതിൻ്റെ ഒരു കളർ കുറച്ചും കൂടി ഒന്ന് ഡാർക്കായിട്ട് വരും. ഒരുപാട് അങ്ങ് ഡാർക്ക് കളറല്ല, ഇതിലും കുറച്ചും കൂടി ചെറുതായിട്ട് നമുക്കൊന്ന് ഡാർക്ക് കളറായിട്ട് കിട്ടും. അപ്പോൾ ഒരു കൈവിടാതെ തന്നെ നമുക്ക് ഈ ഒരു സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മളൊരു നെയ്യൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനൊരു 20-25 മിനിറ്റോളം ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കാണ് ഇതുണ്ടല്ലോ എനിക്ക് ഈ ഒരു പാകത്തിൽ നിന്ന് കുറുകി കിട്ടിയിരിക്കുന്നത്. ടോട്ടൽ ഇതിൻ്റെ ഒരു കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഒരു 15 മിനിറ്റ്സോളം എടുക്കും. അത് നമ്മുടെ ഒരു ഫ്ലെയിമൊക്കെ അനുസരിച്ച് ചിലപ്പോൾ കൂടിയോ കുറഞ്ഞൊന്നും ഇരിക്കാം. കുറച്ച് സമയം നമ്മൾ ഇതുപോലെ ഇളക്കിയൊക്കെ കൊടുക്കേണ്ടി വന്നാലും ഇത് നമ്മൾ കഴിക്കുന്ന ഒരു സമയത്ത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും ടേസ്റ്റും സോഫ്റ്റും ആയിട്ടുള്ളൊരു ഹൽവയാണ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ തീരെ ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുത്ത് ഇളക്കിയിട്ട് എടുക്കാമെന്നാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് നട്ട്സ് ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല, അല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് നമുക്കിതൊന്ന് കുറുകി കിട്ടണം. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു കറക്റ്റ് ഒരു പാകം എന്ന് പറയുന്നത്. ഈ ഒരു പാകത്തിന് നമ്മൾ കുറുക്കിയെടുത്താൽ മാത്രമേ ഇത് നല്ല സെറ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഇതിൽ ഒരുപാടങ്ങ് വരട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു പരിവായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലൊരു പാത്രത്തിൽ കുറച്ച് നെയ്യ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പാത്രത്തിൽ നന്നായിട്ട് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല ചൂടോട് കൂട്ടിയിട്ട് തന്നെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മൾ ഈ ഒരു ഹൽവ ഒരുപാട് കട്ടിക്കങ്ങ് ഒഴിച്ചു കൊടുക്കരുത്. ഈ ഒരു പാത്രത്തിന്റെ ഒരു വലിപ്പം കണ്ടില്ലേ, ഈ ഒരു പാത്രത്തിന്റെ ഒരു പകുതിയോളം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് കട്ടിക്ക് നമ്മളങ്ങ് ഒഴിച്ചു കൊടുത്താൽ ഇത് സെറ്റായി വരാനും കുറേ ടൈം കൂടുതലെടുക്കും. അപ്പോൾ ഇതുണ്ടല്ലോ, ഈ ഒരു കട്ടിക്ക് നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതുപോലെ വേറൊരു പാത്രത്തിലേക്കും കൂടെ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിലേക്കും കൂടെ ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം തന്നെ ഞാൻ ഇതുപോലെ ഒരു 2 പാത്രത്തിലായിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 3-4 മണിക്കൂറോളം ഇതൊന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ടൊന്ന് വെക്കാം കേട്ടോ. അപ്പോൾ ഇതുണ്ടല്ലോ ഒരു 4 മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്കും ഇതുണ്ടല്ലോ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉറച്ച് വന്നിട്ടുണ്ട്. വളരെ പതിയെ വേണം കേട്ടോ നമ്മൾ ഈ ഒരു സൈഡൊക്കെ ഒന്ന് വിടിക്കാൻ വേണ്ടിയിട്ട്, കാരണം ഇത് അത്രയും സോഫ്റ്റാണ്. ഇതുപോലെ സൈഡെല്ലാം ഒന്ന് വിടിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. നമുക്ക് എത്ര വലുപ്പത്തിലാണ് വേണ്ടത് ആ ഒരു വലുപ്പത്തിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതുണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഒരു റാഗി ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ റാഗി വെച്ചിട്ട് ഹൽവ ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് തന്നെയായിരിക്കും. അപ്പോൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. കൂടാതെ പുതിയതായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഒരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.